ഹായ്, ഹലോ, നമസ്കാരം. തിങ്കളാഴ്ച പാട്ടുകാരൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിന്നോ, സ്വാഗതം തന്നോ? എന്താണ് സ്വാഗതം? അപ്പോൾ ഞങ്ങളിന്ന് 2022 ഒരുപാട് ക്യാരക്ടറുമായ പല സിനിമകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച മമ്മൂക്കാടെ 2023 ആദ്യ സിനിമ നൻപകൽ നേരത്ത് മയക്കം എന്ന ഒരുപാട് അഭിപ്രായം കിട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് റിവ്യൂസ് കണ്ട് വളരെ കൊതിയോടെ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഗോവിന്ദയിലാണ് ടിക്കറ്റൊക്കെ എടുത്തത്. 3 ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ മമ്മൂക്കാട് സിനിമ കാണാൻ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ റിവ്യൂ തന്നാപ്പിയൊക്കെ പറയും. ഇന്നത്തെ റിവ്യൂ നമ്മളുടെ മിന്നു, തന്നു, മുസ്ലിം. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളൊരു സ്പെഷ്യൽ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളൊരു ഇതെന്താണ് സേമിയ ഐസ്ക്രീമൊക്കെ വാങ്ങി, കപ്പ് ഐസ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഒരു നൈസായിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് ഏകദേശം 2:15 തുടങ്ങുന്ന നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി അവതരിപ്പിക്കുന്ന മമ്മൂക്കാടെ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ സിനിമ കാണാൻ വേണ്ടി കയറും. അതിനുശേഷം റിവ്യൂ ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഇതെന്താ പറഞ്ഞിരിക്കണേ മിസ്സിനെ? എന്താ പറഞ്ഞിരിക്കണേ? ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന തന്നാപ്പിയും മിന്നാപ്പിയും മിസ്സിരിപ്പും. ഞങ്ങൾ നൻപകൽ നേരത്തെ മയക്കം കാണാൻ വേണ്ടി തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഗോവിന്ദ സിനിമാസിൽ. ശാരദ അല്ല കേട്ടോ, നേരത്തെ ശാരദ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ മമ്മൂക്കയുടെ അഭിനയ വിസ്മയം കണ്ട് ഞങ്ങൾ വിലയിരുത്തുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ മമ്മൂക്കയുടെ പടം നൻപകൽ നേരത്തെ മയക്കം. പോസ്റ്റർ ഉണ്ടാ കുട്ടികളെ? നീ ഇരുന്ന് ഉറങ്ങുവാ? അതന്നെ അഭിനയം അടിപൊളി. വേറെന്താ പിടുത്തം വിട്ടിരിക്കുക? മരിച്ചുപോയ ഒരാളാണ്, അയാളായിട്ട് മമ്മൂട്ടി മാറി. നല്ല ഇതുവരെ കാണാത്ത നല്ല അടിപൊളി ഫ്രെയിം.
നല്ല ക്യാമറ, ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരു പുതുമ. അല്ലാതെ ഒരുപാട് റിവ്യൂസൊക്കെ ചെയ്യുന്ന ആൾക്കാർ തള്ളിമറിച്ച സംഭവമൊന്നുമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി നല്ല സിനിമ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഇതിന് മുമ്പ് ഇറങ്ങിയ എത്രയോ സിനിമകൾ ഇതിനേക്കാൾ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സിനിമ കണ്ടപ്പോ എന്താ തോന്നി? വേറെ ആരെങ്കിലും? അമ്മുക്കടെ അഭിനയം എങ്ങനെയുണ്ട്? അമ്മുക്കടെ അഭിനയം എങ്ങനെയുണ്ട്? എവിടക്ക പോണ്? കാടിന്റെ അവിടുക്ക? അമ്മുക്ക അവിടെ അഭിനയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിനയിച്ചപ്പോ കരച്ചിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രസവിച്ചോന്നാ? എന്ത്? എന്ത്? മമ്മൂക്ക അവര് കരഞ്ഞില്ലേ? കരയണില്ലേ? അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് എന്ത് തോന്നി? എനിക്ക് കരച്ചിൽ വന്നു പറഞ്ഞു. എനിക്ക് വിഷമം വന്നാ നമുക്ക് കരഞ്ഞപ്പോ? അപ്പോൾ പടം എല്ലാവരോടും കാണാൻ പറയല്ലേ? കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ എന്തിൻ്റെ? പടത്തിൻ്റെ? പടത്തിൻ്റെ അത് നമ്മുടെ ചാനലിൻ്റെ അല്ലേ? പടത്തിൻ്റെ അല്ലല്ലോ. അപ്പോൾ അടുത്ത നമുക്ക് ബില്ലാപ്പിയോട് ചോദിക്കാം. ബില്ലാപ്പി, എന്താണ് നമ്മുടെ മമ്മൂക്കയുടെ സിനിമ കണ്ട് എന്താണ് അഭിപ്രായം? അടിപൊളിയായി അഭിനയിച്ച് ആ കരച്ചില് ഇമോഷനാണ്, വിഷമം തോന്നി. അടിപൊളി സിനിമ. അപ്പൊ ഇനി എല്ലാവരും കാണാത്തവരുണ്ടെങ്കിലൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണാ. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും. എന്ത് സിനിമ? ചാനലല്ലേ? അത് പറയ്. സിനിമ അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാ. ചാനല് സപ്പോർട്ട് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ. നൻപകൽ നേരത്തിന് മയക്കം എന്ന് പറയുന്ന സിനിമ, ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു. അതിൽ എനിക്ക് എന്താണ് പേഴ്സണൽ അഭിപ്രായം പറയാനുള്ളത്? ഒറ്റ വാക്കിൽ എന്താ പറയാനുള്ളത്? പിന്നെ എന്താ പറയാനുള്ള പ്രേക്ഷകരോട്? സിനിമ കാണാൻ നിങ്ങൾ സിനിമ കണ്ടാൽ എന്നിട്ട് അഭിപ്രായം പറയണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പഠിക്കുക, കമന്റ് ചെയ്യുക.